ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ സമൂസ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. സോ നമുക്കിനി അധികം വൈകണ്ട, വീഡിയോയിലോട്ടേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. എണ്ണ ചൂടായ ശേഷം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള ഇടുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക് ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സമൂസ ചെയ്തെടുക്കാനായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉള്ളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഉള്ളിയുടെ ആ ഒരു കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി മസാലയൊക്കെ ഇടാം. ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലയാണ് ഇടുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഞാൻ ഉപ്പ് ഓൾറെഡി ഇട്ടത് കൊണ്ട് ഞാൻ ഇനി ഉപ്പ് ഇടുന്നില്ല. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിനി ഇതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ മാവ് കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സമോസയുടെ ആ ഒരു മൗൾഡുണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അല്ലാത്തവർക്ക് ഇത് മടക്കി ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ മൗൾഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മാവ് അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ക്ലോസ് ചെയ്ത് ബാക്കി വരുന്ന മാവിനെ മാറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സമോസ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായ ശേഷം നമ്മുടെ ആ ഒരു സമോസയുടെ ഇത് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി നമ്മുടെ മാവ് ഒരു ബ്രൗൺ കളറിലോട്ട് മാറുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ സമോസ അപ്പോഴേക്കും റെഡിയാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്